സർ, ഇവിടെ ഉന്നയിച്ച കാര്യങ്ങൾ പ്രസക്തമായതാണെങ്കിൽ അതിൻ്റെ പ്രതികരണം കേൾക്കാനുള്ള ഗൗരവം അവർക്ക് വേണ്ടി. അപ്പോൾ ഒരു വിചിത്രമായ ഉത്തരവാദിത്വ ബോധമാണ് അവരെ നയിക്കുന്നത്. ഈ പറയുന്ന കാര്യങ്ങൾക്കൊന്നും ഒരു ഗൗരവവും കൽപ്പിക്കുന്നില്ല എന്നതാണ് പ്രതിപക്ഷത്തിൻ്റെ നില. ഈ സഭാതലത്തെ തന്നെ ഒരു വല്ലാതെ അവമതിക്കുന്ന ഒരു നിലപാടാണ് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. സർ, ഇന്ന് ലോകമാകെ ശ്രദ്ധിക്കുന്നത് ഉക്രൈനെ കുറിച്ചാണ്. ഉക്രൈനിൽ യുദ്ധം ആരംഭിച്ചു എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. സ്വാഭാവികമായും നമുക്കും അതിൽ വലിയ ഉത്കണ്ഠയുണ്ട്. കാരണം ഇന്ത്യൻ പൗരന്മാർ, നമ്മുടെ കേരളത്തിൽ നിന്നുള്ളവർ, പ്രത്യേകിച്ച് വിദ്യാർത്ഥികളായിട്ടുള്ളവർ ഒക്കെ അവിടെയുണ്ട്. ഈ പ്രശ്നം നേരത്തെ തന്നെ ഇന്ത്യ ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. അതിൻ്റെ ഭാഗമായുള്ള ചില നടപടികൾ ഇപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് സ്വീകരിക്കുന്നുണ്ട്. ചിലരെ അവിടുന്ന് കൊണ്ടുവരാനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു വന്ന സാഹചര്യം ഉള്ളതുകൊണ്ട് ആ നടപടികൾ ത്വരിതപ്പെടുത്തേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെ ഇന്ത്യ ഗവൺമെൻറ്റിനെ സംസ്ഥാന ഗവൺമെൻറ് ബന്ധപ്പെടുന്ന നില സ്വീകരിക്കുക തന്നെ ചെയ്യും. സർ, ഇവിടെ ഒരു തരത്തിലുള്ള പ്രത്യേക നിലപാടാണ് കോൺഗ്രസും BJPയും സ്വീകരിച്ചു പോകുന്നത്. അത് വിവാദമുണ്ടാക്കി എല്ലാ വികസന പ്രവർത്തനങ്ങളെയും തടയുക, ഇതാണ് കോൺഗ്രസിൻ്റെ തന്ത്രം. എങ്ങനെയെല്ലാം ഇടങ്കോലിട്ട് ഭരിക്കാൻ അനുവദിക്കാതെ തടസ്സമുണ്ടാക്കാൻ കഴിയും, ഇതാണ് BJP നോക്കുന്നത്. സർ, ഇവർ രണ്ടുപേരും പരസ്പരം യോജിച്ച് നീങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ജനങ്ങൾക്ക് LDFിൽ വിശ്വാസമുണ്ട്. LDF സർക്കാരിൻ്റെ പ്രവർത്തനം കാര്യക്ഷമമായി മുന്നോട്ട് നീങ്ങും എന്ന് തന്നെ ജനങ്ങൾ കരുതുകയാണ്. അങ്ങനെ വന്നാൽ ജനങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള വിസ്മയകരമായ വികസനത്തിലേക്ക് കേരളം ഉയരും എന്നതും ജനങ്ങൾ കാണുകയാണ്. ഇത് അറിയാത്തവരല്ല കോൺഗ്രസും BJPയും. ഇതറിയുന്നതാണ് അവർക്കുള്ള ഏറ്റവും വലിയ കുഴപ്പം. അതറിയുന്നത് കൊണ്ട് തന്നെ അതിനെ എങ്ങനെയൊക്കെ തടയാൻ കഴിയും, അതിനാണ് കോൺഗ്രസും BJPയും ഇവിടെ ശ്രമിക്കുന്നത്. കേരളത്തിൻ്റെ ഒരു ദുരനുഭവം, നല്ല കാര്യങ്ങൾ ഏത് വരുമ്പോൾ അതിനെ അട്ടിമറിക്കാൻ വലതുപക്ഷ ശക്തികൾ വല്ലാതെ ശ്രമിക്കുമെന്നുള്ളത്. ഇവിടെ കേരള സംസ്ഥാനം രൂപം കൊണ്ട് ആദ്യ ഗവൺമെൻറ് ഭൂപരിഷ്കരണത്തിലേക്ക് കടന്നപ്പോൾ അതിനെ അട്ടിമറിക്കാൻ വലതുപക്ഷത്തിൻ്റെ ആകെ അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ നാട് നല്ല തോതിലുള്ള വികസനത്തിലേക്ക് കുതിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോഴും അവിശുദ്ധ കൂട്ടുകെട്ട് കേരളത്തിൽ ഉയരുകയാണ്. കേരളത്തിൻ്റെ സാമൂഹിക ബന്ധങ്ങൾ പുരോഗമനപരമായി മാറുന്നതിനെയായിരുന്നു ഭൂപരിഷ്കരണത്തിൻ്റെ കാര്യത്തിൽ
വലതുപക്ഷത്തെ ആശങ്കപ്പെടുത്തിയിരുന്നത്. ഇപ്പോൾ കേരളയിലടക്കമുള്ള വികസന പദ്ധതികൾ പ്രാവർത്തികമായാൽ തങ്ങൾക്ക് കളിക്കാൻ ഒരു കളവും അവശേഷിക്കില്ല എന്ന ഉത്കണ്ഠയാണ് എല്ലാ വലതുപക്ഷ ശക്തികളെയും ഒരുമിപ്പിക്കുന്നത്. സർ, ഈ അവിശുദ്ധ യോജിപ്പിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കേരളത്തിനെതിരെ 100 ജനകീയ സദസ്സുകൾ സംഘടിപ്പിക്കുമെന്ന് KPCC പ്രസിഡന്റിൻ്റെ ആഹ്വാനം. KPCC ഈ ശ്രീധരൻ അടക്കമുള്ളവരെ പങ്കെടുപ്പിക്കുമെന്നാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. സർ, ഈ ശ്രീധരനെ എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. അദ്ദേഹം നേരത്തെ സാങ്കേതിക വൈദഗ്ധ്യത്തിൻ്റെ പേരിൽ മാത്രമായിരുന്നു അറിയപ്പെട്ടിരുന്നത്. എന്നാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പോടുകൂടി കേരളത്തിലെ BJPയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിരുന്നു അദ്ദേഹം എന്നത് നമ്മളെല്ലാം കേട്ട കാര്യമാണ്. അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ പൊതുവായ താല്പര്യങ്ങൾക്കെതിരെ കേന്ദ്രത്തിലേക്ക് BJP സംഘത്തെ നയിച്ചതും ഇദ്ദേഹമായിരുന്നു. സർ, ആ വ്യക്തിയാണ് കോൺഗ്രസിൻ്റെ കണ്ണിൽ അവർക്ക് കൂട്ടുപിടിക്കാൻ പറ്റിയ ഏറ്റവും പ്രധാനപ്പെട്ട ആളായിട്ട് കണ്ടിട്ടുള്ളത്. അദ്ദേഹത്തെ പോലുള്ളവരുമായി ചേർന്നാണ് സംസ്ഥാന സർക്കാരിനെതിരായി സമരം സംഘടിപ്പിക്കാൻ കോൺഗ്രസ് പോകുന്നത്. സർ, ഇവിടെ നാം ഓർക്കേണ്ട കാര്യം ഈ UDFും വലതുപക്ഷവും ഏതെല്ലാം തരത്തിലുള്ള വിവാദങ്ങളാണ് കേരളത്തിൽ ഉയർത്തിയിരുന്നത് എന്നാണ്. ഈ പാഴക്കടൽ മത്സ്യബന്ധം, സെക്രട്ടേറിയറ്റിലെ ഫയൽ കത്തിക്കൽ, സ്വർണ്ണക്കള്ളക്കടത്തിന്റെ പേരിലുള്ള വിവാദം, ഇതിലൊക്കെ BJPയും കൂട്ടിലുണ്ടായിരുന്നല്ലോ. ഇപ്പൊ BJPയുടെ കേന്ദ്രാധികാരത്തിന്റെ പക്കലല്ലേ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളുടെയും സമസ്ത അധികാരങ്ങളും നിൽക്കുന്നത്? കസ്റ്റംസ് മുതൽ അങ്ങോട്ടുള്ള എല്ലാ ഏജൻസികളും എല്ലാം വെച്ച് അന്വേഷിച്ചല്ലോ. പക്ഷേ 2 ചോദ്യം ഇപ്പോഴും അവശേഷിക്കുകയാണല്ലോ. ഒന്നാമത്തെ ചോദ്യം, ആരാണ് സ്വർണം കൊണ്ടുവന്നത്? രണ്ടാമത്തെ ചോദ്യം, ആർക്ക് വേണ്ടിയാണ് സ്വർണം കൊണ്ടുവന്നത്? അതായത് സ്വർണ്ണക്കടത്തിലെ ആദ്യ കണ്ണിയും അവസാന കണ്ണിയും, ഈ രണ്ടിനും ഇപ്പോഴും ഉത്തരമില്ല. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം തേടാൻ കോൺഗ്രസിനോ UDFിനോ താല്പര്യവുമില്ല. സർക്കാരിനെ എങ്ങനെയൊക്കെ കരിവാരിത്തേക്കാൻ പറ്റും, അതിൽ മാത്രമാണ് UDFിന് താല്പര്യം. സർ, ഇവിടെ സംസ്ഥാനത്തിൻ്റെ വികസനത്തിന് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി യോജിക്കും എന്ന് പ്രസംഗിക്കുമ്പോൾ പറയും. എന്നാൽ കേരളത്തിൻ്റെ എല്ലാ വികസനത്തെയും തുരങ്കം വെക്കുന്ന സമീപനമാണ് ഇവർ തുറന്നു വരുന്നത്. ഇപ്പോൾ ഈ സഭയുടെ അനുഭവം എടുത്താൽ കേരളത്തിൻ്റെ പൊതുവായ ഏതെങ്കിലും ആവശ്യത്തിന്, ഈ നാടിൻ്റെ നല്ല ഭാവിക്ക് ഏതെങ്കിലും ഒരു പ്രശ്നം ഉയർത്താൻ ഈ സഭയിൽ പ്രതിപക്ഷം തയ്യാറായിട്ടുണ്ടോ? സർ, ചില
നിയമസഭാംഗങ്ങൾ ഇവിടെ സംസാരിക്കുമ്പോൾ പറഞ്ഞു, 18 MP ലോക്സഭയിൽ കേരളത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് UDF-ൻ്റേതായുണ്ട്. അതിലാണ് രാഹുൽ ഗാന്ധിയും ഉൾപ്പെടുന്നത്. സർ, കേരളത്തിൻ്റെ ഏതെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി ഈ പറഞ്ഞ രാഹുൽ ഗാന്ധിയോ അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളോ ലോക്സഭയിൽ ശബ്ദമുയർത്തിയിട്ടുണ്ടോ? സർ, ഇവിടെ 3-4 വർഷങ്ങൾക്ക് മുൻപ് BJPയുടെ നേതാക്കൾ നിരനിരയായി വന്നിരുന്നല്ലോ. അമിത്ഷാ, ശിവരാജ് സിംഗ് ചൗഹാൻ, യോഗി ആദിത്യനാഥ്, അങ്ങനെ വലിയ ലിസ്റ്റായിരുന്നു അത്. സർ, ഈ കേരളത്തിൽ രാഷ്ട്രീയ സ്വാതന്ത്ര്യമില്ല എന്ന പ്രതീതി ഉണ്ടാക്കി പ്രശ്നമുണ്ടാക്കാനായിരുന്നു അന്ന് ശ്രമിച്ചത്. ഇപ്പോൾ സമാനമായൊരു സാഹചര്യം വീണ്ടും ഉണ്ടാക്കാനുള്ള ശ്രമം തുടങ്ങിയതായിട്ടാണ് കാണുന്നത്. അന്ന് കേരളം തള്ളിക്കളഞ്ഞ ആ തന്ത്രം പുതുരൂപത്തിൽ ഇന്ന് വീണ്ടും കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. തീവ്രമായി പ്രകോപനമുണ്ടാക്കി സംഘർഷാവസ്ഥയുണ്ടാക്കുക, എന്നിട്ട് ക്രമസമാധാനം ഉറവിളി കൂട്ടുക. സർ, ഇതിനുവേണ്ടി സംഘപരിവാർ ചോര വീഴ്ത്തി ശ്രമം തുടരുകയാണ്. എന്താണ് കോൺഗ്രസിന്റെ സമീപനം? കോൺഗ്രസിന് ഇത് ആഹ്ലാദകരമാണ്. BJP നിരത്തിൽ രക്തമൊഴുക്കുമ്പോൾ ക്രമസമാധാനം തകർന്നുവെന്ന് ഈ സഭയിലടക്കം മറുപടി കൂട്ടും. രണ്ടും സഹകരണാത്മകമായി മുന്നോട്ട് കൊണ്ടുപോകാം എന്നാണ് ഇവർ കരുതുന്നത്. BJPക്കാർ നടത്തുന്ന കൊലപാതകങ്ങളെ അപലപിക്കാൻ കോൺഗ്രസ് തയ്യാറല്ല. ഇവിടെ പ്രളയവും പ്രകൃതി ദുരന്തങ്ങളും നിപ്പായും കോവിഡും ഒമിക്രോണുമൊക്കെ സാമൂഹ്യ ജീവിതത്തിൻ്റെ ക്രമം തന്നെ പാടെ തെറ്റിച്ച രീതിയിലാണ് നാം കടന്നു പോകുന്നത്. അത്തരമൊരു ഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ഇത് അവർ ഓർക്കുന്നേയില്ല. ഒന്നിനു പുറകെ ഒന്നായി വലിയ ദുരന്തങ്ങളാണ് നമുക്ക് നേരിടേണ്ടി വന്നത്. അതിൽ കോവിഡുമായി ബന്ധപ്പെട്ടത് ലോകത്തെ ആകെ ബാധിച്ചതുമാണ്. നമ്മുടെ നാടിനെ മാത്രമായി ബാധിച്ച ദുരന്തങ്ങളുമുണ്ട്. ഇവയുടെയൊക്കെ കൂട്ടായ ആഘാതത്തിൻ്റെ ഫലമായി സമസ്ത രംഗങ്ങളിലും വൻ തകർച്ച ഉണ്ടാവേണ്ടതാണ്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും സാമ്പത്തിക വരുമാനത്തിൽ വലിയ ഇടിവ് സംഭവിച്ചു. മനുഷ്യ വിഭവ തകർച്ചയുണ്ടായി. സാമൂഹ്യ ജീവിതത്തിൽ വൻ പ്രതിസന്ധികളുണ്ടായി. നമ്മുടെ രാജ്യത്ത് തന്നെ പല സംസ്ഥാനങ്ങളിലും ഇത് സംഭവിച്ചു. എന്നാൽ ലോകത്തെ ആകെ ബാധിച്ച മഹാമാരിക്കൊപ്പം സംസ്ഥാനത്തെ മാത്രമായി ബാധിച്ച പ്രകൃതി ദുരന്തങ്ങൾ കൂടി ഉണ്ടായിട്ടും നമുക്ക്, നമ്മുടെ കേരളത്തിന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞു. പിടിച്ചു നിന്നു എന്ന് പറഞ്ഞാൽ പോരാ, അതിജീവിച്ചു. അതും പോരാ, പുതു കേരളത്തെ പടുത്തുയർത്തി വരുന്നു. ഇത് പലരും പ്രതീക്ഷിച്ചതല്ല എന്ന് പറഞ്ഞാൽ പോരാ. ലോകം അതീവ വിസ്മയത്തോടെയാണ് നമ്മുടെ ഈ കൊച്ചു കേരളത്തെ നോക്കിക്കണ്ടത്.
വിദേശ നയതന്ത്രജ്ഞരുടെ അഭിപ്രായ പ്രകടനങ്ങൾ മുതൽ അന്താരാഷ്ട്ര പ്രസിദ്ധീകരണങ്ങളിലെ പക്തികൾ വരെ ഇതിന് തെളിവായിട്ടുണ്ട്. സർ, ഒരു വശത്ത് ജനങ്ങളുടെ ജീവനും ജീവിതോപാധികളും സംരക്ഷിച്ചുകൊണ്ട് വികസനത്തെ ശക്തിപ്പെടുത്തി നാം മുന്നോട്ട് പോകുന്നു. ഇതിൽ സന്തോഷിക്കുന്നവരുണ്ട്, അത് സ്വാഭാവികമാണ് സർ. എന്നാൽ ഇതിൽ ദുഃഖിക്കുന്നവരുമുണ്ട്, അതാണൊരു പ്രത്യേകത. അവരെക്കുറിച്ചാണ് സഹകരണാത്മകമായി മുന്നോട്ട് പോകുന്നവർ എന്ന് നേരത്തെ പറഞ്ഞത്. അവരുടെ കാര്യം നമുക്ക് വിട്ടുകളയാം. സർ, എന്തുകൊണ്ടാണ് കേരളത്തിൻ്റെ അതിജീവനം അത്ഭുതകരമായി പലരും കണ്ടത്? ഐക്യരാഷ്ട്രസഭാ സമിതിയുടെ കണക്കുകൾ പ്രകാരം ഏറ്റവും ചുരുങ്ങിയ തോതുകൾ പ്രകാരം പോലും 31,000 കോടി രൂപയുടെ നാശനഷ്ടമാണ് പ്രളയത്തിലുണ്ടായത്. കേരളത്തിൻ്റെ വാർഷിക പദ്ധതി അടങ്കലിന് സമമായ തുക. അതുകൊണ്ട് തന്നെ ഒരു വർഷത്തെ പദ്ധതിക്കാകെ അവധി കൊടുത്താൽ പോലും കരകയറാനാവുമോ എന്ന് പലരും ആശങ്കപ്പെട്ടു. തൊട്ടു പിന്നാലെ വന്നു വെള്ളപ്പൊക്കം, അതിൻ്റേതായ നാശനഷ്ടങ്ങൾ, അതിനു പിന്നാലെ പകർച്ചവ്യാധികൾ, മഹാവ്യാധികൾ, തൊഴിൽ നഷ്ടങ്ങൾ, സാമ്പത്തിക നഷ്ടങ്ങൾ. സർ, ഇത്രയൊക്കെ പോരെ ഒരു സമ്പദ്ഘടനയും സംസ്ഥാനവും സമ്പൂർണ്ണ തകർച്ചയിലേക്ക് കൂപ്പുകുത്താൻ? പ്രത്യേകിച്ചും അർഹമായ നഷ്ടപരിഹാരം നിഷേധിക്കപ്പെടുമ്പോൾ, വാഗ്ദത്ത സഹായങ്ങൾ വാങ്ങാൻ വിലക്കുണ്ടാകുമ്പോൾ, അധിക സാമ്പത്തിക ഭാരങ്ങൾ തുടരെ വന്ന് വീഴുമ്പോൾ, വായ്പാ പരിധി സംസ്ഥാനം ആവശ്യപ്പെട്ട വിധത്തിൽ ഉയർത്താൻ കേന്ദ്രം കൂട്ടാക്കാതെയിരിക്കുമ്പോൾ, സർ, പ്രതികൂല ഘടകങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ നമുക്ക്. അവയൊക്കെ അതിജീവിച്ചാണ് നാം ഇങ്ങനെ നിൽക്കുന്നത്, പുതിയ കേരളം കെട്ടിപ്പടുക്കുന്നത്. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ തന്നെയാണ് 50,000 കോടി എന്ന ലക്ഷ്യത്തെ അതിലംഘിച്ച് ബജറ്റേതര വിഭവസമാഹരണവും വികസനാർത്ഥമുള്ള ധനവിനിയോഗവും 62,000 കോടിയിലേക്ക് എത്തിച്ചത് കിഫ്ബിയുടെ വകയായി. സർ, തകർന്നതൊക്കെ ഇനിയൊരിക്കലും ഒന്നിനും തകർക്കാനാകാത്ത തരത്തിൽ കാണെ കൺമുന്നിൽ ഉയർന്നു വരുന്നത് ജനങ്ങൾ സംതൃപ്തിയോടെ കണ്ടു നിൽക്കുകയാണ്. സർ, ജനമനസ്സുകളിലെ ആ സംതൃപ്തിയാണ് ചരിത്രത്തിൽ ആദ്യമായി തുടർഭരണം സംസ്ഥാനത്ത് സാധ്യമാക്കി. പ്രതിസന്ധികളെ രാഷ്ട്രീയ ഇച്ഛാശക്തിയോടെ അതിജീവിച്ചതിനുള്ള അംഗീകാരമായിരുന്നു അത്. കേരളത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തുരക്ഷിച്ചതിനുള്ള അംഗീകാരം. നഷ്ടപ്പെട്ടതിനു മേൽ പുനർനിർമ്മാണം നടത്തി അതിനുമേൽ വികസനം സാധ്യമാക്കുന്ന രാഷ്ട്രീയ ഇച്ഛാശക്തിക്കുള്ള അംഗീകാരം. സർ, കേരളത്തിൻ്റെ ഈ ഒരു വ്യതിരിക്തതയ്ക്ക് വേറെയും ചില മാനങ്ങളുണ്ട്. ജനങ്ങളുടെ വരുമാന സ്രോതസ്, ജീവിത പുരോഗതി, ഇവയെല്ലാം കോർപ്പറേറ്റ് ശക്തികളുടെ ആധിപത്യത്തിന് കീഴിൽ കൂടുതൽ കൂടുതൽ ഞെരിഞ്ഞമരുന്ന ദേശീയ രാഷ്ട്രീയ
സാമ്പത്തിക സാഹചര്യത്തിനുള്ള പ്രായോഗിക രാഷ്ട്രീയ സാമ്പത്തിക ബദൽ ജനങ്ങൾ കേരളത്തിൻ്റെ മാതൃകയിൽ കണ്ടു. വിഭാഗീയ ചിന്തകൾക്ക് അതീതമായി ജനങ്ങളെ ആകെ ഒരുമിപ്പിക്കുന്ന രാഷ്ട്രീയം അധികാരത്തിലിരുന്നാൽ ഉണ്ടാവുന്ന മാറ്റം എന്താണെന്നത് അനുഭവങ്ങളിലൂടെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു. സർ, ജനങ്ങളോട് ഉത്തരവാദിത്വമുള്ള സർക്കാർ പറയുന്നത് പ്രവർത്തിക്കുന്നതിലെയും പ്രായോഗികമാക്കാൻ കഴിയാതെ വരുന്ന ഒറ്റപ്പെട്ട ജലത്തിൽ ജനങ്ങളെ കാരണം ബോധ്യപ്പെടുത്തുന്നതിലെയും പ്രതിബദ്ധതയാർന്ന ജനകീയ ഭരണ സുതാര്യത ജനങ്ങൾക്ക് അനുഭവപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഈ ഭരണം തുടരണമെന്ന് ജനങ്ങൾ നിശ്ചയിച്ചു. സർ, അങ്ങനെയാണ് ഇവിടെ ഭരണത്തുടർച്ചയുണ്ടായത് എന്ന് LDFന് നന്നായി അറിയാം. ആ വികാരത്തെ പ്രതിഫലിപ്പിക്കുന്ന നടപടികൾ മാത്രമേ ഈ സർക്കാരിൽ നിന്ന് ഉണ്ടാവൂ. ഭരണത്തുടർച്ചയെ അപൂർവമായി കൈവരുന്ന ഒരവസരമായാണ് പലരും കാണുന്നത്. ഇതുകൊണ്ടുള്ള പ്രയോജനം നാടിനും ജനങ്ങൾക്കുമാണ്. സർ, പ്രയോജനം എന്താണ്? ദീർഘകാല അളവിലേക്കുള്ള ആസൂത്രണത്തിനും നിർവഹണത്തിനുമുള്ള അവസരം കൈവരുന്നു എന്നത് തന്നെയാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. സർ, മുൻപ് എന്തായിരുന്നു സ്ഥിതി? ആസൂത്രണം നടക്കും, നിർവഹണ ഘട്ടമാകുമ്പോഴേക്ക് തെരഞ്ഞെടുപ്പ് വരും, ഭരണം മാറും, ആസൂത്രണം ചെയ്തൊക്കെ അവതാളത്തിലാകും. ഇതാണ് ഇടതുപക്ഷ ഗവൺമെന്റ് അധികാരത്തിലുണ്ടായ ഘട്ടത്തിൽ ഉണ്ടായ അനുഭവം. ഇങ്ങനെ പദ്ധതികൾ അവതാളത്തിലാവുന്നതിന് ജനങ്ങൾ അറുതി കുറിച്ചു. അത് വികസന കാര്യങ്ങളിലെ ഈ സർക്കാരിൻ്റെ കൂറും പ്രതിബദ്ധതയും അനുഭവങ്ങൾ കൊണ്ട് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണ്. സർ, അവസരം കിട്ടിയെന്നുകൊണ്ട് മാത്രം കാര്യമായില്ല. കിട്ടിയ അവസരം എങ്ങനെ ജനോപകാരപ്രദമായും വികസനോന്മുഖമായും ഉപയോഗിക്കുന്നു എന്നതാണ് പ്രധാനം. തുടർഭരണത്തിൻ്റെ ഈ അവസരത്തെ ഫലപ്രദമായി LDF സർക്കാർ ഉപയോഗിക്കുകയാണ്. ഹ്രസ്വകാല പദ്ധതികൾ വേറെ, ദീർഘകാല പദ്ധതികൾ വേറെ, വികസന പരിപാടികൾ വേറെ, ക്ഷേമ പദ്ധതികൾ വേറെ. ഇങ്ങനെ വേർതിരിച്ച് പദ്ധതി നിർവഹണത്തിന് സമയം നിശ്ചയിച്ച് ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോവുകയാണ് LDF സർക്കാർ. 5 വർഷ ഭരണഘട്ടത്തെ പ്രത്യേക ഖണ്ഡങ്ങളാക്കി തിരിച്ച് ഓരോ ഖണ്ഡത്തിലും പൂർത്തിയാക്കേണ്ട പദ്ധതികൾ നിർണയിച്ച് മുന്നോട്ട് പോവുക. കേരളത്തിൽ ഇതാദ്യമാണ് ഇങ്ങനെയൊരു ഭരണ സംസ്കാരം. ഈ സംസ്കാരത്തിൻ്റെ സംഭാവനയാണ് ഇപ്പോഴത്തെ 100 ദിനഘട്ടം. 100 നാൾ കൊണ്ട് ആസൂത്രിത പദ്ധതികൾ നടപ്പാക്കുക. ഓരോ ചെറുഘട്ടങ്ങളിലും അതിൻ്റെ പുരോഗതി വിലയിരുത്തുക. പോരായ്മയുണ്ടെങ്കിൽ അവ അപ്പോഴപ്പോൾ നിരത്തുക. 100-ാം നാൾ ജനങ്ങളെ ഇതെല്ലാം ബോധ്യപ്പെടുത്തുക. സർ, ഈ 100 ദിന പരിപാടി പൂർണ്ണതയിലെത്തുമ്പോൾ മന്ത്രിസഭയുടെ 1-ാം വാർഷികമാവും. വാർഷികം ആഘോഷിക്കണമെന്ന് കരുതുന്നവരുണ്ട്. ആഘോഷിക്കേണ്ടത് തന്നെയാണ്. എന്നാൽ വെറുതെ ആഘോഷമെന്ന് പ്രഖ്യാപിച്ചാൽ പോരാ. ആഘോഷത്തിന് അടിസ്ഥാനം നൽകുന്ന കാര്യങ്ങളുണ്ടാവണം. അതുണ്ടാക്കാൻ ഈ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. അതിൻ്റെ ദൃഷ്ടാന്തങ്ങളാണ് ഇപ്പോൾ നടപ്പാക്കുന്ന 100 ദിന പരിപാടികളിലുള്ളത്. കൃത്യമായ
കർമ്മ പദ്ധതിയാണത്. മുൻപൊക്കെ 2 തെരഞ്ഞെടുപ്പുകൾ കിടക്കുള്ള ഘട്ടങ്ങളിൽ ജനങ്ങൾക്ക് റോളില്ല. ആ അവസ്ഥയാണ് പുതിയൊരു ഭരണ സംസ്കാരത്തിലൂടെ മാറ്റുന്നത്. ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ടും അവർക്ക് വേണ്ടത് എന്താണെന്ന് അറിഞ്ഞുകൊണ്ടും സമയബന്ധിതമായി നീങ്ങുകയാണ്. അത് ഫലപ്രാപ്തിയിലെത്തുമ്പോൾ ഗവൺമെന്റല്ല, ജനങ്ങൾ ഭരണവാർഷികം ആഘോഷിക്കും. ജനാധിപത്യ പ്രക്രിയയിൽ പ്രഖ്യാപനങ്ങൾ തെരഞ്ഞെടുപ്പിൽ ഉദിച്ച് തെരഞ്ഞെടുപ്പിൽ തന്നെ അസ്തമിക്കുന്ന രീതിയാണ് പൊതുവേ ഉള്ളത്. അതാണ് മാറ്റുന്നത്. ജനങ്ങൾക്ക് കൺമുന്നിൽ കാണാനാവുകയാണ് വികസനം. ഓരോ വർഷം കഴിയുമ്പോഴും പ്രോഗ്രസ് റിപ്പോർട്ടിലൂടെ അവർക്ക് സർക്കാരിൻ്റെ പ്രവർത്തനം നേരിട്ട് വിലയിരുത്താൻ കഴിയുകയാണ്. ആ നിലയ്ക്ക് ജനാധിപത്യ സംവിധാനത്തെ തന്നെ കൂടുതൽ ജനകേന്ദ്രീകൃതമാക്കുകയാണ്. ജനങ്ങളാണ് യജമാനന്മാർ എന്ന കാഴ്ചപ്പാടിനെ ഊട്ടിയുറപ്പിക്കുകയാണ്. സർക്കാരുകൾക്ക് ജനങ്ങളോട് ഉത്തരം പറയാനുള്ള ബാധ്യതയുണ്ട് എന്നതും അടിവരയിടുകയാണ്. സർ, സർക്കാർ നടപ്പാക്കുന്ന ചില പദ്ധതികൾ സംവാദത്തിന് അടിസ്ഥാനമാവുന്നുണ്ട്. എന്തുകൊണ്ടാണത്? ഇപ്പോൾ പേപ്പർ പദ്ധതികളാണെങ്കിൽ ആരെങ്കിലും സംവാദത്തിന് നിൽക്കുമോ? ഉടനെ നടക്കാൻ പോവുകയാണ് പദ്ധതികൾ. ആ പട്ടികയിലാണ് കേരളയിലും വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് സംവാദം. LDF സർക്കാർ പറഞ്ഞാൽ പറഞ്ഞത് നടപ്പാക്കുമെന്ന് 5.25 വർഷത്തെ അനുഭവത്തിലൂടെ പ്രതിപക്ഷത്തിനും ബോധ്യമുണ്ട്. ആ ബോധ്യമുള്ളതുകൊണ്ടാണ് പല പദ്ധതികളെയും ചൂഴ്ന്ന് സംവാദമുയർത്തുന്നത്, എതിർപ്പുയർത്തുന്നത്. നടപ്പാവാൻ പോകുന്നില്ലാത്ത പ്രഖ്യാപനങ്ങളാണെങ്കിൽ ആരെങ്കിലും എതിർക്കാൻ നിൽക്കുമോ? ഇത് നടപ്പാക്കും എന്നവർക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഈ സംവാദങ്ങൾ. പ്രഖ്യാപനങ്ങൾ വെറും പ്രഖ്യാപനങ്ങൾ മാത്രമല്ല, പൂർത്തീകരിക്കാനുള്ള പദ്ധതികളുടെ രൂപരേഖ തന്നെയാണ് എന്ന് തെളിയിച്ച സർക്കാരാണ് കഴിഞ്ഞ 5 വർഷങ്ങളിൽ ഇവിടെ ഉണ്ടായിരുന്നത്. അതിൻ്റെ തുടർച്ചയായി ഇപ്പോഴുള്ള സർക്കാരും കേരളത്തിൻ്റെ വികസനത്തിനായുള്ള പദ്ധതികൾ, അതിൻ്റെ രേഖകൾ മുന്നോട്ട് വെക്കുകയാണ്. സർവതല സ്പർശിയായ വികസനം എന്നത് LDFിൻ്റെ പ്രഖ്യാപിത നയമാണ്. അതുകൊണ്ട് തന്നെ വൻകിട പദ്ധതികളും സാമൂഹ്യ സുരക്ഷാ പദ്ധതികളും അതിൻ്റെ ഭാഗമാണ്. സർ, ഇവിടെ ചർച്ചയുടെ ഭാഗമായി ചില പ്രശ്നങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ചിലത് അടിയന്തര പ്രമേയ ഘട്ടത്തിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണെങ്കിലും ചിലതിവിടെ പരാമർശിക്കേണ്ടതുണ്ട് എന്നാണ് തോന്നുന്നത്.